അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റ് പൊട്ടറ്റോ ആണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പേരെന്ന് അറിയില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തൊലി മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ചീനിക്കിഴങ്ങെല്ലാം തൊലിയെല്ലാം മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്നുകൂടി ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ചീനിക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീനിക്കിഴങ്ങ് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. ഇതിലുപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചീനിക്കിഴങ്ങൊന്ന് വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ചീനിക്കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങ് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെയിലത്തൊക്കെ കിടന്ന് വാടാത്ത ചീനിക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും ഇട്ട് വേവിക്കരുത്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നും ഈ ചീനിക്കിഴങ്ങ് എടുത്ത് മാറ്റാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയ ചീനിക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ചെയ്യുക, പിന്നെ നമുക്ക് ഉടയ്ക്കാൻ പറ്റില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഈ ചീനിക്കിഴങ്ങ് ഇരിക്കുന്നത്. ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്താൽ മതി. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ ചീനിക്കിഴങ്ങ് മുഴുവനും കട്ടകളൊന്നും ഇല്ലാതെ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചീനിക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ നമ്മൾ ഉടച്ചെടുത്ത ചീനിക്കിഴങ്ങിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ തരികളുള്ള പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടില്ല. മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്തിട്ടെടുക്കാം. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കൂടി പോകരുത്. 1-2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ചീനിക്കിഴങ്ങിൻ്റെ ആ നനവ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ. സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം കുഴച്ച് ഇതാ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കാം. എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് മിക്സ് എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം. മറുഭാഗത്തും കൂടി ഒന്ന് ഹോളിടാം. ഇപ്പോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതാ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി.
മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ മീഡിയം സൈസ് 4 ബ്രെഡ് ചെറുതായിട്ട് കൈകൊണ്ട് മുറിച്ച് മിക്സിയിലെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഓരോന്നായിട്ട് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ടിംഗ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റ കോട്ടിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിം വെക്കുക. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത് മുഴുവനും കരിഞ്ഞു പോകും, പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരുപാട് ഇനിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചീനിക്കിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഈ ചീനിക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചീനിക്കിഴങ്ങിൻ്റെ സീസണാണ്, വില കുറച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചീനിക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്